ഇത് ഒരു പഴയ LED ബൾബാണ്. ഇത് നമുക്ക് ഉപയോഗശൂന്യമായിട്ട് കളയാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളതൊന്നൊരു പരീക്ഷണം ചെയ്ത് നോക്കുകയാണ്. ഇതിൻ്റെ ബൾബ് കത്തുന്ന സംവിധാനം വീണ്ടും നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ്. ഇത് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് തട്ടി കൊടുത്തിട്ട് പിന്നെ പതുക്കെ അടർത്തി എടുക്കുക. അടുത്ത കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ LED പാനൽ കാണാം. അത് സൈഡിൽ നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിന് അടർത്തി എടുക്കണം. പാനൽ ഇനി അടർത്തി എടുക്കാൻ പോവാണ്. നമ്മൾ ഇതുപോലത്തെ പാനൽ നമുക്ക് മാർക്കറ്റിൽ ഇലക്ട്രോണിക് കടയിൽ വാങ്ങാൻ കിട്ടും. പാനൽ തനിച്ച് ഏകദേശം 15 രൂപ മുതൽ 50 രൂപയുടെ താഴെ ഇതിന് വില വരുള്ളൂ. അത് അതിൻ്റെ വാട്ടേജ് അനുസരിച്ചിട്ട് വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി ഇത് നമ്മൾ അടർത്തി മെല്ലെ അടർത്തി എടുക്കുകയാണ്. അത് എടുത്തു കഴിഞ്ഞിട്ട് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റെഡും ബ്ലാക്കും വയറാണ് വരുന്നത്. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ ഈ ഹീറ്റ് സിങ്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മെല്ലെ അടർത്തി ഇങ്ങനെ എടുക്കണം. അത് എടുത്തു കഴിയുമ്പോൾ കാണാം അതിൻ്റെ ഡ്രൈവർ അടക്കമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡ്രൈവറിൽ കണക്ഷൻ വന്നിട്ടുള്ളത് അടിയിൽ ഈ പോയിൻ്റ് ഇതാണ്. ആ പോയിൻ്റ് നമ്മൾ സോൾഡർ ചെയ്തിട്ട് അത് അടർത്തിയെടുക്കണം. നമുക്ക് ഇതിൻ്റെ സോൾഡറിങ് വിടിയിപ്പിച്ച് എടുക്കണം. അത് ഈ പോയിന്റിലാണ് അത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടാവുക. സോൾഡറിങ് വിടിയിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലീഡ് രണ്ടും വിടിയിപ്പിച്ച് എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഹീറ്റ് സിങ്ക് മാത്രമാണ് ആവശ്യമുള്ളത്. ഇത് നമ്മൾ പുതിയ LED പാനൽ വയ്ക്കുമ്പോൾ ഈ ഇതിൽ തന്നെ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള LED പാനൽ. ഇത് നമ്മളതിൽ ഫിക്സ് ചെയ്യണം. ഇതിൽ 2 വയറാണ് കണക്ട് ചെയ്യേണ്ടത്. 2 വയർ കണക്ട് ചെയ്യുക. അടിയിൽ ഈ ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ഈ നോബിലും 2 വയർ കണക്ട് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ പുതിയ പാനൽ വയർ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഹീറ്റ് സിങ്കിൽ ഇത് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിക്കണം. നമ്മൾ സൂപ്പർ ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഹോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇതിൽ ഡ്രോ ചെയ്തിട്ട് സോൾഡർ ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് ഇതിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇനി നമുക്കിത് കത്തണില്ല എന്നൊന്ന് പരിശോധിക്കാം. ഇത് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. വയർ ഓൺ ചെയ്ത് നോക്കണം. പ്ലഗിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാൻ പോകണം. ഓക്കെ ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ വളരെ ചുരുങ്ങിയ ചിലവിൽ വീട്ടിലുള്ള എല്ലാ LED ബൾബുകളും നമുക്ക് ഇതുപോലെ നന്നാക്കി എടുക്കാം. അത്രയും വീട്ടിലത്തെ ഇലക്ട്രോണിക് വേസ്റ്റ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. റീസൈക്കിൾ ചെയ്ത് മാക്സിമം സാധനങ്ങൾ ഉപയോഗിക്കാം.